Hi, Jaimin 2026 January 28th ഷിഫ്റ്റ് 1-ൽ വന്ന ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. In the potentiometer, when the cell in the secondary circuit is shunted with 4 ohm resistance. Okay, എന്ന് വെച്ചാൽ സെല്ലിന് അക്രോസിൽ 4 ohm റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. The balance is obtained at the length 120 centimeter of the wire. Now when the same cell is shunted with 12 ohm resistance, the balance is shifted to a length of 180 centimeter. The internal resistance of the cell is internal resistance of the cell ആണ് കണ്ടെത്തേണ്ടത്. പൊട്ടൻഷ്യോമീറ്റർ ആണ് ചോദിച്ചത് അല്ലേ? പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിൽ നമുക്കറിയാം ഇവിടെ സെല്ലിന് അക്രോസിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ടെർമിനൽ പി ഡി ആണ് കിട്ടുക. ഓക്കെ, ടെർമിനൽ പി ഡി. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് സെല്ലിന് അക്രോസിൽ നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? കറണ്ടിൻ്റെ ഇക്വേഷൻ ഇ എം എഫ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ എക്സ്റ്റേണൽ പ്ലസ് ഇൻറ്റേർണൽ. റെഡി ആണല്ലോ? ഓക്കെ. അതിൽ ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ. Terminal PD divided by external resistance, that is equal to E divided by R plus R. E divided by R plus R. Or from this you will get V എന്ന് പറഞ്ഞാൽ അപ്പോൾ E R divided by R plus R. Yes. ഇനി ഈ V ആണ് ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് അല്ലേ? കാരണം റെസിസ്റ്റർ അവിടെ കണക്ട് ചെയ്ത് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ഇ എം എഫിനെ അല്ല, ടെർമിനൽ പി ഡിനെ. Therefore, what I can write is that V1 divided by V2, that is equal to L1 divided by L2 ആണ്. V1 by V2 equal to L1 divided by L2. ആ L1 L2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റിൽ 120 120 and here it is 180 ആണ്. Here it is 180. അപ്പോൾ നമുക്ക് that is equal to 120 divided by 180, that is equal to 0 0 കട്ട് ചെയ്തു. അപ്പോൾ 2 divided by 9 എന്ന് കിട്ടും. 2 divided by 3, 2 by 3, 2 divided by 3, 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അവിടെ നിൽക്കട്ടെ. ഇനി V1 by V2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം V1 എന്ന് പറഞ്ഞാൽ യെസ് ഇ എം എഫ് മാറണില്ല. അപ്പോൾ ഇ ഇൻറ്റു ഫസ്റ്റിൽ റെസിസ്റ്റർ 4 ആണ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് ആർ ഇൻറ്റു V2. ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് V2 എന്ന് പറയുമ്പോൾ റെസിസ്റ്റർ എക്സ്റ്റേണൽ റെസിസ്റ്റർ. അപ്പോൾ ആദ്യം നോക്കൂ, ഇ ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 12 പ്ലസ് ആർ. അപ്പോൾ ഇ കട്ട് ചെയ്തു. ഇ കട്ട് 4 12 കട്ട് 3 കിട്ടി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2 by 3. ദിസ് ഈസ് ഈക്വൽ ടു 2 by 3. റെഡി അല്ലേ? ഓക്കെ, യെസ്. അവിടെയും നമുക്ക് ആ 3യെ കട്ട് ചെയ്യാം, 3യെ ക്യാൻസൽ ചെയ്യാം. 3 കട്ട്. ഓക്കെ, വാട്ട് എൽസ് ഈസ് ദർ? നൗ 12 പ്ലസ് ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 4 പ്ലസ് സ്മോൾ ആർ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ 8 plus 2R. ഓക്കെ, therefore 4 is equal to 2R minus R. Yes, therefore R is equal to 4 ohm. R അല്ലേ ചോദിച്ചത്? Yes, internal resistance of the cell is എന്നാണ് question. Therefore the answer is 4 ohm. Option 2 is the right answer. Option 2 is correct.